സാധകന്റെ യാത്രയാണ്. അന്നമയത്തിൽ നിന്ന് ആനന്ദമയം വരെയുള്ള യാത്രയാണ് ശ്രീവിദ്യോപാസന. പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അതിന് പറ്റുന്ന ആളെ പോയി കാണാൻ പറ്റും. എല്ലാവരും പറയും ഞങ്ങളെല്ലാം മാറ്റുമെന്ന്. ചുമ്മാതാ, അവർക്ക് പറ്റുന്ന കാര്യം അറിയാൻ പറ്റും. ആ ഫാൻ ഓഫ് ചെയ്തപ്പോൾ ഇതെല്ലാം പോയി, പ്രശ്നമില്ല. ഫാൻ ഇടുമ്പോൾ പിന്നെയും വരും. ഫാനിൽ നിന്നുണ്ടായ ശബ്ദമാണ് അവരിലുണ്ടാക്കി കാണിക്കുന്ന. ശരിക്കും ഈ സൂക്ഷ്മ ലോകം എന്ന് പറയുന്നത് ഉണ്ട്. പക്ഷേ ആ സൂക്ഷ്മ ലോകത്തിൽ അധോലോകവും ഊർജ്ജലോകവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ അധോലോകം സപ്തവ്യാകൃതികളുണ്ട്. ഭൂർഭുവ സ്വ മഹാജന തപ സത്യം. ഈ നെഗറ്റീവ് എനർജികളുടെ അല്ലെങ്കിൽ ബാധകളുടെയൊക്കെ ലോകം എന്ന് പറയുന്നത് അധോലോകമാണ്. ഈ അതലം വിതലം വരുന്ന ഈ രൂപങ്ങൾ കാണുന്നൊക്കെ അധോലോകത്തോട്ട് പോകുമ്പോൾ, എനർജി ലോകത്തെത്തുമ്പോൾ ഈശ്വരനും ഞാനും എനർജിയാണ്. ആനന്ദമയത്തിലെത്തുമ്പോൾ ഞാനും ഈശ്വരനും ആനന്ദമാണ്. ജ്ഞാനമയത്തിലെത്തുമ്പോൾ അറിവ് ബോധമാണ്. തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവമല്ല. അതായത് ക്വാണ്ടം മെക്കാനിക്സ് എഫക്റ്റീവായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ക്വാണ്ടം മെക്കാനിക്സ് ആണ് തന്ത്രശാസ്ത്രത്തിൽ നടക്കുന്നത്. ക്വാണ്ടം എൻട്രോപ്പി, നെഗൻട്രോപ്പി എന്നൊക്കെ പറയും. അതെങ്ങനെയാണ്? അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പം എക്സാമ്പിൾ, നമ്മളിപ്പോൾ രണ്ട് ചിന്തിക്കുന്നതിന് മുമ്പ് ക്വാണ്ടം സൂപ്പർ പൊസിഷനിങ്ങിലാണ് നമ്മുടെ ഇലക്ട്രോൺസ്. അതുമാകാം ഇതുമാകാം. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസ്. എന്നാൽ നമ്മൾ വേവ് ഫങ്ഷൻ കൊളാപ്സ് എന്ന് പറയും. നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതവിടെ ഉണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. അതായത് അറിയാവുന്നവർക്കറിയാം, പദാർത്ഥങ്ങളിലെ ഈ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ വേവായിട്ടും നോക്കിക്കഴിഞ്ഞ് വേവായിട്ട് കാണും, കണികകളായിട്ട് നോക്കുമ്പോൾ അങ്ങനെ കാണും. നോക്കുന്നവൻ ഇതിനെ സ്വാധീനിക്കുന്ന, നോക്കുന്നവനാണ് റിയാലിറ്റി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ്, ആധുനിക ശാസ്ത്രം. ഈ ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം അങ്ങേ ആറ്റങ്ങൾ പരസ്പരം മുട്ടുന്നില്ലല്ലോ. അങ്ങേ ഈ ഭിത്തിക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാം, ഭിത്തി പൊളിക്കാതെ, ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം. അപ്പോൾ ചോദിക്കുന്നത് ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലയോ എന്ന്. അല്ല, നമ്മുടെ MRI മെഷീനില്ലയോ, അത് വർക്ക് ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്സിലാണ്, വർക്കബിളാണ്. അതെ. അപ്പം ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, ക്വാണ്ടം സൂപ്പർ പൊസിഷൻ, ക്വാണ്ടം ടണലിംഗ് എന്നൊക്കെ പറയും. ഈ സംഭവം നമ്മൾ ചെയ്ത് കാണിക്കാറുണ്ട് പേഴ്സണലായിട്ട്, ഒരു ദേവതയെ വെച്ചിട്ട്. ഇത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എൻറ്റാങ്കിൾമെൻറ്റും ടണലിങ്ങും ഒക്കെ. അപ്പം ശരിക്കും ഇത് റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങൾക്ക്, പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഉണ്ട് ഇതിനകത്ത്. ഇത് ശരിക്കും സ്യൂഡോ സയൻസ് അല്ല. നാസ ഗണതയും കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി വരുന്ന സാധനമൊന്നും അല്ല. ഇത് റിസർച്ച് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായത്. അപ്പോൾ ഈ പണ്ടത്തെ ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് നമ്മുടെ ഋഷിമാരായിരുന്നു. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ഋഷിമാരാണ്, പണ്ടത്തെ ഋഷിമാർ ഇന്നത്തെ പോലുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. പക്ഷെ അവർ കണ്ടുപിടിച്ചൊന്നും പ്രപഞ്ചത്തിനെതിരല്ലായിരുന്നുള്ളൂ. അവർക്ക് ഈ ഉപാസന ഈശ്വര ബന്ധമുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നെ എതിരാണല്ലോ, അല്ലേ? അതെ. മറ്റേ ബൾബൊക്കെ വിഡ്രോ ചെയ്തല്ലോ. ഇപ്പോൾ കെമിക്കലുണ്ട്, അത് വെള്ളത്തിനകത്ത് കലർന്നിട്ട് ഒരുപാട് പ്രശ്നം വരുന്ന ആളുകൾക്ക്. ഇപ്പോൾ LED മാത്രമാക്കി. ശരിയല്ലേ? അതെ. അപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന നമുക്ക് എതിരാവുന്നില്ലായിരുന്നു പണ്ട്, ഇന്ന് എതിരാവുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇന്ന് ഈ എന്താ പറയുന്നത്, ഈ വേവ് ഫങ്ഷൻ കൊളാപ്സ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കാരണം എന്താ അറിയോ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ശരീരത്തെ ഇലക്ട്രോണുകളൊക്കെ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. പ്രകാശിൻ്റെ വേഗത ഏറ്റവും വലിയ വേഗത, ലൈറ്റിൻ്റെ വേഗത ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് പെർ സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രോൺസ് സത്യത്തിൽ ഇത്രയും ഫാസ്റ്റായിട്ട് സഞ്ചരിക്കാത്ത എന്താ പ്രപഞ്ചത്തിൽ? ആറ്റങ്ങൾ മൂവ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്നതുകൊണ്ട് അല്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒരു ഹിഗ്സ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു അദൃശ്യമായ ഫീൽഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഫീൽഡിൽ വരുന്ന ഡിസ്റ്റർബൻസ് കൊണ്ടാണ്, കർഷണം കൊണ്ടാണ് നമ്മളുടെ മാസ് ഉണ്ടാകുന്നത്. ഒബ്ജക്റ്റുകൾക്ക് പിണ്ഡം ഉണ്ടാകുന്നത്, മാസ് ഉണ്ടാകുന്നത്, വെയിറ്റ് ഉണ്ടാകുന്നത്. അതിങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഒരു രൂപത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഹിഗ്സ് ഫീൽഡ് ഉള്ളതുകൊണ്ടാണ്. ഇത് ഞാൻ കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ കടലിനടിയിലുള്ള ഒരു മീനോട് പറയാണ്, നീ കടലിനടുക്കത്താണ് താമസിക്കുന്നതെന്ന് പറയാൻ മനസ്സിലാവും? ഇല്ല. ആ കടലിനകത്തേക്ക് കൂടെ മീനിൻ്റെ മുഖം ഇങ്ങനെ കൂർത്തിരിക്കുന്നത് കടലിലെ വെള്ളത്തെ തുളച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു കർഷണം ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നുണ്ട്. ഒരു മീൻ പോകുന്ന അത്ര സ്പീഡിൽ ചതുരത്തിലുള്ള ഒരു പെട്ടി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കർഷണമുണ്ട്. ഇതേ കർഷണം കൊണ്ടാണ് ഇലക്ട്രോണുകൾ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ നമ്മളുടെ ഇലക്ട്രോണുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കട്ടെ.
ഇലക്ട്രോണുകൾക്ക് സ്പീഡ് കുറയുന്നു എന്ന് പറഞ്ഞാൽ ക്വാർട്സ് അല്ലെങ്കിൽ ആറ്റങ്ങൾക്ക് ഒക്കെ സ്പീഡ് കുറയുന്നു. ആറ്റങ്ങൾക്ക് സ്പീഡ് കുറയുന്നു പറഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാക്കിയ ഒബ്ജക്റ്റുകൾക്കെല്ലാം സ്പീഡ് കുറയുന്നു എന്നുള്ളതാണ്. അതങ്ങനെ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഹിഗ്സ് ബോസോൺ ദൈവഗണം എന്ന് വിളിച്ചത്. ആ ദൈവഗണം എക്സ്പെരിമെൻ്റ് ഒക്കെ അറിയാമല്ലോ, ലാർജ് കൊളൈഡർ എക്സ്പെരിമെൻ്റ്, ഭൂമിക്കിടയിൽ തുറങ്ങുണ്ടാക്കിയ ഇലക്ട്രോണുകൾ കൂട്ടിയിടിച്ച്. അപ്പോൾ ശരിക്കും ഈ സംഭവം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ജനറേഷന് പഠിക്കാൻ വേണ്ടി, നമുക്ക് ആളാകാൻ വേണ്ടിയല്ല. അടുത്ത ജനറേഷൻ നമ്മളിവിടുന്ന് പോകും, നമ്മളെല്ലാവരും പോകും. അടുത്ത ജനറേഷന് പഠിക്കാൻ വേണ്ടിയുള്ളൊരു വഴി ഇട്ടുകൊടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ദേവത? ദേവതയുടെ ശാസ്ത്രം എന്താണ്? ദേവത എന്ന് പറഞ്ഞാൽ ഈ ഹിഗ്സ് ഫീൽഡിൽ വരുന്ന ഡിസ്റ്റർബൻസിൻ്റെ ഹയർ ലെവലിലുള്ള എനർജി ലെവലിലുള്ള പ്യുവർ എനർജി ക്വാണ്ടം ലെവലിലുള്ള വൈബ്രേഷണൽ ഫീൽഡുകളാണ് ദേവതകൾ. ഈ വൈബ്രേഷണൽ ഫീൽഡുകളെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഈ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആ ദേവതയെ കാണുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ഞാൻ ഈ ദൈവത്തെ കണ്ടു, ശിവനെ കണ്ടു, കൃഷ്ണനെ കണ്ടു എന്നെല്ലാം പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ശാസ്ത്രം ഇതിനെ ഒരു ഹാലൂസിനേഷനായിട്ട് മാത്രമാണ് കാണുന്നത്. നമുക്ക് ഹാലൂസിനേഷൻ ഉണ്ടാകുന്നത് മാത്രമാണ്. ഇപ്പോൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കുണ്ടലിനിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു ഹാലൂസിനേഷനിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹാലൂസിനേഷൻ ആണോ അതോ യഥാർത്ഥം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണോ? നമ്മളുടെ ബ്രെയിന് പല ഫ്രീക്വൻസികളുണ്ട്. പിന്നെ നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും ഒക്കെ ഉണ്ട്. സയൻറ്റിസ്റ്റുകൾ തെർമോമീറ്റർ വെച്ച് നോക്കിയപ്പോൾ നോർമൽ ടെമ്പറേച്ചർ അളക്കാനൊരെണ്ണം ഇടതുവശത്ത് വെച്ചു. ബാക്കിയുള്ളതൊക്കെ ഓരോ വെബ്ജിയോർ റെഡ്, ഗ്രീൻ, ബ്ലൂ ഇതിൻ്റെ കളറുകളുടെ തെർമോമീറ്റർ വെച്ചപ്പോൾ ഈ ചുമ്മാ നോർമൽ ടെമ്പറേച്ചർ അളക്കാൻ വെച്ചിടത്താണ് റെഡിൻ്റെ ഇപ്പുറത്താണ് ഏറ്റവും കൂടുതലും താപനില കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവരെ അതിനെ ഇൻഫ്രാ റെഡ് എന്ന് വിളിച്ചു. വയലറ്റിൻ്റെ ഇപ്പുറത്തും ഇതുപോലൊരു സംഭവം വരുന്നുണ്ട്, അതിനെ അൾട്രാ വയലറ്റ് എന്ന് വിളിച്ചു. നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം ഈ അന്ന് അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് അവിടെ എന്തോ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ. അപ്പോൾ അങ്ങനെയുള്ള എനർജി വൈബ്രേഷണൽ ഫീൽഡുകളുണ്ട്. സൈക്കിക് ആയിട്ടുള്ളവർക്ക് ഇത് കാണാൻ പറ്റും. ശരിക്കും അതിന് നമുക്ക് വേണേൽ ഹാലൂസിനേഷൻ എന്ന് വിളിക്കാം. കാരണം നമുക്ക് ഈ ലോകമാണ് പ്രാധാന്യമുള്ളത് അല്ലേ? അതെ. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിനാണ് പ്രാധാന്യം. അടുത്ത വളർച്ച എന്ന് പറയുന്നത് എനർജി ലെവലിലേക്കാണ്. അന്നമയം, നമ്മൾ പഞ്ചകോശ ശുദ്ധി സാധനാ പദ്ധതിയാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, എനർജി ബോഡി, നോളജ് ബോഡി, ബ്ലിസ് ബോഡി. ഈ 5 കോശങ്ങളിലും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ആ 5 കോശങ്ങളിലെ എനർജി ലെവലിലുള്ള കാര്യങ്ങൾ അറിയുന്ന തലത്തിലേക്ക് ഉണരുന്നവർക്ക് ആണ് എനർജി മനസ്സിലാവുന്നത്. മാത്രമല്ല ആ എനർജി ലോകത്ത് സൂക്ഷ്മലോകം നമ്മൾ പറയും. ഈ സൂക്ഷ്മലോകത്തുള്ള ദേവതകളും ബാധകളും മരിച്ചുപോയ ആളുകളും എല്ലാം ഉണ്ട്. ഈ സൂക്ഷ്മ ശക്തികളെ കാണാൻ പറ്റുന്ന ഒരു തലം, എക്സാമ്പിൾ ഒരു ഡോക്ടർ, ഒരു സയൻറ്റിസ്റ്റാണ്. ഒരു ഫ്ലാറ്റിൽ പണ്ട് നടന്ന ഒരു റിസർച്ചാണ്. ആ ഫ്ലാറ്റിലുള്ള ആളുകളെല്ലാം ഹോസ്റ്റലോ മറ്റോ ഇരുണ്ട രൂപങ്ങൾ കാണുന്നു. ഇദ്ദേഹം പോയി അങ്ങനെ നോക്കണമല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പോയി റിസർച്ച് ചെയ്യാൻ പോയി നിന്നപ്പോൾ അദ്ദേഹവും ഈ ഇരുണ്ട രൂപങ്ങളെ കണ്ടു, പേടിച്ചോടി. അത് കഴിഞ്ഞപ്പോൾ റിസർച്ച് ചെയ്യുന്ന ആളാണ്ട് പുള്ളിക്കൊരു അതങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. പുള്ളി അവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരു പ്രത്യേകതരം ഫാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ സൗണ്ടിൽ നിന്ന് ആണ് ഇങ്ങനെയുള്ള ഹാലൂസിനേഷൻ ഉണ്ടാവുന്നത്. ആ ഫാൻ ഓഫ് ചെയ്തപ്പോൾ ഇതെല്ലാം പോയി, പ്രശ്നമില്ല. ഫാൻ ഇടുമ്പോൾ പിന്നെയും വരുന്നു. ഫാനിൽ നിന്നുണ്ടായ ശബ്ദമാണ് കാണിക്കുന്ന ഒരു ചിന്തയുണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് സംഭവമൊക്കെ തയ്യാറാക്കുകയുണ്ടായി ഡീറ്റെയിൽ ആയിട്ട്. സാധാരണ നമ്മളെ കണ്ണുകളല്ലേ നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ ഈ രൂപങ്ങൾ, അത് ഗ്രേ ആയിട്ടുള്ള രൂപങ്ങൾ, അത് ഒരു പ്രത്യേക ഫ്രീക്വൻസി. അതിപ്പോൾ നമുക്കിപ്പം ഒരു സിംഹം നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കാട്ടിൽ കഴിയുന്നവരാണ് ശരീരത്തിൻ്റെ വിചാരം. അപ്പം കാട്ടിൽ കഴിയുമ്പോൾ അവിടെ പച്ചിലകൾക്കിടയിൽ അത് അനങ്ങുന്നുണ്ടോ, അതൊരു കടുവയാണോ,
അങ്ങനെ കടുവയെ സങ്കല്പിച്ച് ആ ഇരുട്ടത്ത് സങ്കല്പിച്ചെടുക്കാനുള്ള ഒരു ഇത് ബ്രെയിനുണ്ട്. സേഫ്റ്റിയാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഓടും, നമ്മൾ ഓടിക്കണം, എന്നാലേ ബോഡി സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ പണിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഓടിക്കഴിയുമ്പോൾ സപ്പോസ് അവിടെ ഒരു കടുവ ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല, നമ്മൾ ചമ്മി പോകുന്നുള്ളൂ അല്ലേ? അതെ, ഒന്ന് ചമ്മും, അത്രേ ഉള്ളൂ സത്യത്തിൽ. പക്ഷെ ലൈഫ് രക്ഷപ്പെട്ടു. സപ്പോസ് കടുവയാണെങ്കിലോ, ജീവൻ ഇങ്ങനെയാണ് നമ്മുടെ ബോഡി മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആനിമൽ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഇരുട്ടത്ത് അവിടെ ഒരു പ്രേതം ഉണ്ടോ എന്ന് സങ്കല്പിച്ചെടുക്കാനുള്ളൊരു സാധനം വർക്ക് ചെയ്യും. ഒന്ന് അവിടെ നിൽക്കട്ടെ. ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പറയുന്നത് വേറൊരു രീതിയിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. സൂക്ഷ്മമായ ഒരു ലോകം തെളിയുന്നതാണെങ്കിലോ, ആ ഫാനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും ബ്രെയിനെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെട്ടിട്ട് ഒരു സൂക്ഷ്മ ലോകം കാണാൻ പറ്റുന്നതാണെങ്കിലോ, അല്ലെന്ന് പറയാൻ പറ്റുമോ? കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ അല്ല, നമുക്ക് ആ ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യപ്പെടുമ്പോൾ അത് കാണുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ ലോവർ ഫ്രീക്വൻസി, മരണലോകം ഉണ്ടോ ഇല്ലയോ രൂപങ്ങൾ കാണുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ശരിക്കും ഈ സൂക്ഷ്മ ലോകം എന്ന് പറയുന്നത് ഉണ്ട്. പക്ഷേ ആ സൂക്ഷ്മ ലോകത്തിൽ അധോലോകവും ഊർജ്ജലോകവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ അധോലോകം സപ്തവ്യാകൃതികളുണ്ട്. ഭൂർഭുവസ്വ മഹാജനതപ സത്യം, ഇങ്ങനെ മേപ്പോട്ടുള്ള ലോകങ്ങൾ. ഇവിടെ നിന്ന് ഗായത്രി ജപിക്കുന്നു. താഴോട്ട് അതലം വിതലം, ഇങ്ങനെ തലാലം പാതാളം വരെയുള്ള ലോകം. അപ്പോൾ ഇതിൽ ഈ നെഗറ്റീവ് എനർജികളുടെ അല്ലെങ്കിൽ ബാധകളുടെയൊക്കെ ലോകം എന്ന് പറയുന്നത് അധോലോകമാണ്. ഈ അതലം വിതലം വരുന്ന ഈ രൂപങ്ങൾ കാണുന്നൊക്കെ അധോലോകത്തോട്ട് പോകുമ്പോഴാണ്. ദേവതയുടെ ഹയർ ഫ്രീക്വൻസിയിലേക്ക് ധ്യാനത്തിലേക്കും പോകുന്ന സമയത്ത് ഉയർച്ചയിലോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് അറിയണമെങ്കിൽ ഇത്രേ ഉള്ളൂ, നമ്മൾ എനർജി ആയിട്ടായിരിക്കും കൂടുതൽ ബന്ധപ്പെടുന്നത്. നമ്മൾ കൂടുതൽ ബോധവാനാവുകയും ചെയ്യും, റിയലാവുകയും ചെയ്യും. എനർജി ആയിട്ടാണ് നമുക്ക് കൂടുതൽ ബന്ധം വരുന്നത്. രൂപങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കത്തില്ല. നമ്മൾ ഫിസിക്കൽ വേൾഡിൽ നിൽക്കുമ്പോൾ ഉള്ള ഈശ്വരനല്ല മനോമയത്തിൽ, മനോമയത്തിലുള്ള ഈശ്വരനല്ല പ്രാണമയത്തിൽ, അവിടെ അല്ല വിജ്ഞാനമയത്തിൽ, അവിടെ അല്ല ആനന്ദമയത്തിൽ. എനർജി ലോകത്തെത്തുമ്പോൾ ഈശ്വരനും ഞാനും എനർജിയാണ്. ആനന്ദമയത്തിലെത്തുമ്പം ഞാനും ഈശ്വരനും ആനന്ദമാണ്. ജ്ഞാനമയത്തിലെത്തുമ്പോൾ അറിവോ ബോധമാണ്. അന്നമയത്തിൽ ഞാനും ഈശ്വരനും ഫിസിക്കലാണ്. ഇതിനെല്ലാം റെലവൻസ് ഉണ്ട്. അതാണ് അമ്പലങ്ങൾ വേണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരാളുടെ സാധകൻ്റെ യാത്രയാണ് അന്നമയത്തിൽ നിന്ന് ആനന്ദമയം വരെയുള്ള യാത്രയാണ് ശ്രീവിദ്യോപാസന. അപ്പോൾ നമ്മൾ പ്രാണമയത്തിന് വേണ്ടി ശ്രീവിദ്യയാണ് കൊടുക്കുന്നത്. അപ്പോൾ അന്നമയത്തിൽ എക്സസൈസ്, സൂര്യനമസ്കാരം, പ്രാണായാമം, യോഗയൊക്കെ ചെയ്യണം. നല്ല ഫുഡ്, പ്രോബയോട്ടിക് ഫുഡ് എല്ലാം കൊടുക്കും. മനോമയത്തിൽ സൈക്കോളജിക്കൽ അഫർമേഷൻ, ഗീത, സൈക്കോതെറാപ്പി, കൗൺസിലിങ്, ഇതെല്ലാം കൊടുക്കുന്നത് മനോമയത്തിലാണ്. പ്രാണമയത്തിലാണെങ്കിൽ ശ്രീവിദ്യാ പദ്ധതിയിലുള്ള ഉപാസന, അതല്ലെങ്കിൽ പരദേവതയാണ് ആദ്യം ഉപാസിക്കുന്നത്. പരദേവത ഉപാസിക്കാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആ പരദേവത ഉപാസന ശ്രീവിദ്യയുടെ ബേസിൽ പരദേവത ഉപാസന കൊടുക്കുന്നു. പ്രാണമയം. വിജ്ഞാനമയത്തിന് വേണ്ടി മെഡിറ്റേഷൻസ്, പല വിധത്തിലുള്ള ധ്യാനമുറകളുണ്ട്. അതിൽ ഈ ധ്യാനമുറകളാണ് ഇവിടെ കൊടുക്കുന്നത്. ആനന്ദമയത്തിലേക്ക് ഒന്നും വേണ്ട. ഇതത്ര ആയി കഴിയുമ്പോൾ ആനന്ദമയമായിട്ട് ഹാപ്പിനെസ്സുമായിട്ട് കണക്ഷൻ കിട്ടും, കർമ്മഫലങ്ങൾ ബെറ്റർ ആവും. ഇത് നമ്മൾ തിരിച്ചറിയുന്ന, ഡയഗ്നോസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്കായാലും നാളെ ഡയഗ്നോസ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാലും നമ്മൾ ഏത് കോശത്തിലാണ് പഠിച്ചാൽ വേഗം പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അതിന് പറ്റുന്ന ആളെ പോയി കാണാൻ പറ്റും. എല്ലാവരും പറയും ഞങ്ങളെല്ലാം മാറ്റുമെന്ന്. ചുമ്മാതാ, അവർക്ക് പറ്റുന്ന കാര്യം അവർ മാറ്റും. ഒരു എല്ല് പൊട്ടി, ഏറ്റവും നല്ല അലോപ്പതി ഡോക്ടറെ കാണണം. നാട്ടിലെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല അലോപ്പതി ആശുപത്രിയിൽ പോയി അലോപ്പതി ഡോക്ടറെ കണ്ടാൽ, മോഡേൺ മെഡിസിൻ്റെ ഡോക്ടറെ കണ്ടാൽ, അലോപ്പതിന്ന് കളിയാക്കി വിളിക്കുന്നു, മോഡേൺ മെഡിസിൻ്റെ ഡോക്ടറെ കണ്ടു വെച്ചാൽ അദ്ദേഹത്തിന് നന്നായിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ലവ് അഫെയർ ഫെയിലിയറായി, ഡിപ്രഷൻ വരുന്നു, ഡയറക്റ്റ് സൈക്യാട്രിസ്റ്റിനെ കണ്ടാൽ എന്ത് പറ്റും? ഈ ഗുളികം കഴിച്ചാൽ മതി, ഇതും കഴിച്ചാൽ മതി. സാറേ എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി, ഇതും കഴിച്ചു. എന്തൊരു ഇതാണ്. പക്ഷേ അവർക്ക് റിലവൻസ് ഉണ്ട്. ഡിപ്രഷനായിട്ട് വയലൻ്റ് ആവുന്നുണ്ട്, ആളുകളെ ഉപദ്രവിക്കുന്നു. സൈക്കോളജിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സൈക്കാട്രിസ്റ്റിന് ശരണം പ്രാപിക്കണം. അവിടെ ചെന്ന് ഈ ഗുളികം കഴിച്ചാൽ മതി, കഴിക്കും, ഒക്കെ ആവും, മാറും. എന്നിട്ട് വന്ന് കൗൺസിൽ ചെയ്യണം. ഇത് ഓരോ ഗ്രേഡാ, മനസ്സിലായി. ആദ്യം പ്രകൃതി ചികിത്സയും ആയുർവേദമൊക്കെ നോക്കാം, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കുഴപ്പമില്ല. അപ്പം ഇതെല്ലാം അതാത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്
ചെയ്തില്ലെങ്കിൽ ഞങ്ങളെല്ലാം മാറ്റി പറയും ചുമ്മാതാ. ഉം. അതുപോലെ ഇതൊന്നുമല്ല, ചില ആൾക്കാർ വന്നിട്ട് പറയും സാറേ എനിക്ക് പാനിക് അറ്റാക്ക്, ആൻസൈറ്റി, സ്ട്രെസ്, മൊത്തം പ്രശ്നം, വയറിന് ഗ്യാസ് പ്രോബ്ലം, ഷോൾഡർ പെയിൻ, തലവേദന, ആ പ്രശ്നം ഈ പ്രശ്നം, ആളുകളാകുന്നു പോകും. സാമ്പത്തിക പ്രതിസന്ധി എന്ന് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി, രോഗങ്ങളൊന്നും മാറ്റി കഴിയുമ്പോൾ അടുത്തത് ആള് ഭയങ്കര ബുദ്ധിമുട്ടുകൾ, എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളാണ്. ഉം. എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, കരിയറിലായാലും എവിടെ ആയാലും. അതൊക്കെ ഈ എനർജി ലെവലിലെ പ്രശ്നമാണ്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കാര്യം പറഞ്ഞു, എനർജി ലെവലിലുള്ള പ്രശ്നം. അപ്പം പറയും ഭർത്താവിന് ഭയങ്കര സ്നേഹമാണ്, അപ്പോൾ അവിടെ അല്ല. എന്നാൽ പിന്നെ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും, അല്ല വേറെ ചിലരുടെ കാര്യമാണ് പറയും. അല്ല ഞങ്ങൾ ചാരിറ്റിയൊക്കെ ചെയ്യുന്നു. എന്നാൽ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ട്രോമാസ് ഉണ്ടായി സൈക്കോ അനാലിസിസ് വഴി ഒന്ന് പിടിക്കാന്ന് വെച്ചിട്ട് ഇല്ല, ഒന്നുമില്ല, നല്ല ജീവിതമായിരുന്നു. പിന്നെന്തോ പ്രശ്നം അതറിയാനല്ലേ ഇങ്ങോട്ട് വന്നു. കാരണം എന്തെങ്കിലും ഡോക്ടർമാർ, അയ്യോ ഇഷ്ടം പോലെ ഡോക്ടർമാരൊക്കെ ഉണ്ട്. അലോപ്പതി, ആയുർവേദം, സൈക്യാട്രി, സൈക്കോളജി എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വന്നിരിക്കുന്നത്. പിന്നെന്താ പ്രശ്നം അറിയില്ല. ഫിസിക്കൽ കംപ്ലൈൻറ്റ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആദ്യം അലോപ്പതി ഡോക്ടറൊക്കെ പറഞ്ഞു വിടും. അതില്ലെങ്കിലേ നമ്മുടെ പരിപാടി തുടങ്ങത്തുള്ളൂ.